സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായല്ലേ കണ്ടിട്ട്. ഏതായാലും നല്ല സുഖമില്ലായിരുന്നു, ഇപ്പോഴും അസുഖമെല്ലാം മാറി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക, പിന്നെ ഒരു ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം നടക്കുന്നത് കർണാടകയിലെ കഥക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആളുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളുണ്ടാവും. ഓരോ വീട്ടിലെന്ന് പറഞ്ഞാൽ 80, 85, 100, 150 ആടുകളുണ്ടാവും. ജ്യേഷ്ഠാനുജന്മാരായിരിക്കും. ഈ ആടുകളെയൊക്കെ കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും, അവിടുന്ന് മേയ്ക്കും, ആവശ്യക്കാർക്ക് അപ്പോൾ തന്നെ അവിടുന്ന് വിൽപ്പനയും നടത്തും. അങ്ങനെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. ഒരു സൈഡിലാണെങ്കിൽ കരിമ്പും തോട്ടങ്ങളാണ്, ഒരുപാട് കരിമ്പ് കർഷകരുണ്ട്, അതിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ ഫോറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും നന്നായിട്ടുണ്ട്. 2026 ഫെബ്രുവരി 7-ാം തീയതി പുലർച്ചെ 3 മണിയോടുകൂടി ചിന്നയ്യ എന്ന് പറയുന്ന ഒരാൾ, ഫോറസ്റ്റിൻ്റെ അടുത്താണ് അയാൾ താമസിക്കുന്നത്, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. 3 മണിയോട് കൂടിയിട്ട് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഇദ്ദേഹം ഉണരുന്നത്. അതായത് ഈ പുലർച്ചെ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരേണ്ട ആവശ്യങ്ങളില്ല. അതുമാത്രവുമല്ല, ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ എന്തിനാണ് ആ വണ്ടി വരുന്നത്? ഏതായാലും ഇദ്ദേഹം ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോഴേ ലൈറ്റൊന്നും ഇല്ലാത്ത, അതായത് 2 ഇൻഡിക്കേറ്റർ മാത്രമുള്ള ഒരു ഓട്ടോറിക്ഷയാണ് കടന്നു പോകുന്നത്. ഇദ്ദേഹം ഏതായാലും അവിടെ തന്നെ കിടന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്തൊക്കെ കരിമ്പിൻ തോട്ടങ്ങളൊക്കെ ഉണ്ട്, അവിടത്തേക്ക് എങ്ങാനും പോകുന്ന ആളായിരിക്കും എന്നാണ് കരുതിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേ, അതായത് 1 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ വണ്ടി തിരിച്ചു പോകുന്ന ശബ്ദവും ഇദ്ദേഹം കേട്ടു എന്നുള്ളതാണ്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം. അതുമാത്രവുമല്ല, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് പന്നിയോ കുറുക്കനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വീണ് ചത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ സ്മെല്ലടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പറമ്പിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. അത് മാത്രവുമല്ല, അന്ന് മുതൽ ഒരു 4-5 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് ആ സ്മെല്ലിനെ പറ്റി ഇദ്ദേഹം ആലോചിച്ചതുമില്ല. അങ്ങനെ ഒരു സ്മെല്ല് പിന്നീട് കിട്ടിയിട്ടുമില്ല എന്നുള്ളതാണ്. മാസങ്ങൾക്ക് ശേഷം 2026 ജൂലൈ 5-ാം തീയതി ഈ ഗ്രാമത്തിലുള്ള ഗണേശൻ എന്ന് പറയുന്നയാളുടെ അമ്മ മരിച്ചുപോയി. 85 വയസ്സാണ് അമ്മയുടെ പ്രായം. രാവിലെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഗണേശനോട് ചില ആൾക്കാർ ചോദിക്കുന്നത്, അല്ലടോ, നിന്റെ അനുജൻ രഘു വന്നിട്ടില്ലേ? അതായത് രഘുവിനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേ ഗണേശൻ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് അമ്മ കുറേ നാളായിലെ കിടപ്പിൽ, അവൻ ആടിനെ മേയ്ക്കാൻ പോയി എന്നാണ് പറയുന്നത് അവൻ്റെ ഭാര്യ. ഇനി എപ്പോഴാ വരുക എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. ഏതായാലും അവൻ്റെ നമ്പറിലൊന്നും വിളിച്ച് കിട്ടുന്നില്ല. പിന്നെ അറിയാവുന്ന ആൾക്കാരുടെ നമ്പറിലൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഗണേശൻ പറഞ്ഞത്. ഇതേതായാലും നാട്ടുകാർക്ക് അത്രത്തോളം തൃപ്തിയായില്ല. അവർ പറഞ്ഞു, അവന് പൈസയാണോ വലുത്, അമ്മയാണോ വലുത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരൊക്കെ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. ചില ആൾക്കാർ ബംഗാര എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരൻ്റെ ഭാര്യയോടും ചോദിക്കാൻ തുടങ്ങി. അതായത് രഘു എന്ന് പറയുന്നയാളുടെ ഭാര്യയാണ് ബംഗാര. ബംഗാരയുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 വയസ്സാണ്. രഘുവിൻ്റെ പ്രായം 40 ആണ്. ബംഗാരയോട് ചോദിച്ചു. ബംഗാരയ്ക്കും രഘുവിനും ഉള്ളത് 2 മക്കളാണ്. 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയും. ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ ബംഗാര പറഞ്ഞു, പിന്നെ ഫെബ്രുവരി മാസം പോയതാണ്, പിന്നീട് ഞാൻ അയാളെ കണ്ടിട്ടില്ല, ഒരു പ്രാവശ്യം ഞാനും വിളിച്ചു, ചെലവിന് പോലും മര്യാദയ്ക്ക് തരുന്നില്ല എന്നുള്ള ഒരു കെട്ട് പരാതികളാണ് വന്നത്. ഏതായാലും അമ്മ മരിച്ചിട്ടും കൂടി അവന് വരാൻ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങളെല്ലാവരും പിരിയുകയും ചെയ്തു. 10 ദിവസം കഴിഞ്ഞു. അമ്മയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗണേശൻ ചോദിച്ചു ബംഗാരയോട്, രഘുവിൻ്റെ വിവരം വല്ലതും ഉണ്ടോ? അപ്പോഴും ബംഗാര പറയുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഒരു വിവരവുമില്ല എന്ന് പറയുകയും എന്തെങ്കിലും വിവരം ലഭിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഗണേശൻ അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഗണേശനും ഗണേശൻ്റെ ഭാര്യയും മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് തറവാട് വീടാണ്. ഇവിടെയാണ് അമ്മയും അനുജനായ രഘുവിൻ്റെ ഭാര്യയും 2 മക്കളും താമസിക്കുന്നത്. ഏതായാലും ഗണേശൻ അങ്ങനെ പോയതിന് ശേഷം ബംഗാര പല ആൾക്കാരോടും പറഞ്ഞു, എവിടെയാണ് എൻ്റെ ഭർത്താവ് എന്നറിയില്ല, അദ്ദേഹം എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയില്ല എന്നൊക്കെ അയൽവക്കത്തൊക്കെ പറയാൻ തുടങ്ങി. ഗണേശൻ അങ്ങനെ രാത്രി കിടന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് തൻ്റെ അനുജൻ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-90 ആടുണ്ട്, നല്ലൊരു പൈസേൻ്റെ ആടാണ്. ഇനി അവന് വല്ലതും സംഭവിച്ചോ? അതുമാത്രവുമല്ല, അവൻ്റെ കൂടെ പോയ ആൾക്കാർ എന്തെങ്കിലും ചെയ്തോ അവനെ എന്നുള്ള ഒരു സംശയം വരാൻ തുടങ്ങി. രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫീസിൽ പോവുകയാണ്. യൂണിയൻ ഓഫീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ആരെങ്കിലും ആട് മേയ്ക്കാൻ പോകുമ്പോഴേ അവിടെ രജിസ്റ്റർ ചെയ്യണം.
ഒരു 7-8 മാസമായിട്ടും അവർ തിരിച്ചു വരുന്നില്ല എന്ന് പരാതി വീട്ടുകാർ നൽകിയാൽ ഇവിടെയുള്ള യൂണിയൻകാർ പലതരത്തിലെന്ന് പറഞ്ഞാൽ അന്വേഷിക്കും. അവർക്ക് ഒരുപാട് യൂണിയനുമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് ഗ്രാമവാസികളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ പോയി നോക്കിയപ്പോഴേ അവിടുന്ന് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ 2025 നവംബർ മാസത്തിൽ നിന്റെ അനുജൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ ഡിസംബർ മാസത്തിൽ തിരിച്ചു വന്നിട്ടുമുണ്ട്. പിന്നീട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഗണേശന് മനസ്സിലായത്. ഗണേശൻ ഏതായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറേ, 10-90 ആടുണ്ട് എൻ്റെ അനുജന്. അദ്ദേഹം ആടിനെ മേയ്ക്കാൻ പോയതാണ്. 7-8 മാസങ്ങൾക്ക് ശേഷമേ തിരിച്ചു വരാറുള്ളൂ. പക്ഷെ ഇപ്പോഴേ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. അതുമാത്രവുമല്ല, ഇത്രയും ആടും കാര്യങ്ങളൊക്കെ ഇല്ലയാണ് ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട് സാർ എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ആ കംപ്ലൈൻറ്റിൻ്റെ കൂടെ തന്നെ രഘു എന്ന് പറയുന്ന ആൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാതെയാണ് പോയിരിക്കുന്നത് എന്നും ജ്യേഷ്ഠൻ പറയുകയാണ്. അതെന്തുകൊണ്ടാണ് അയാൾ രജിസ്റ്റർ ചെയ്യാതെ പോയത്? ഇൻസ്പെക്ടർ പറഞ്ഞു, ഇവിടെ നിന്ന് ഒരുപാട് പേര് പോകുന്നതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാൻ വന്ന് അന്വേഷിക്കാം, നിങ്ങൾ ഏതായാലും ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, അയാൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അയാൾ മുൻപും ഒരുപാട് ഇങ്ങനെ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗണേശനെ തിരിച്ചയക്കുകയാണ്. പോലീസുകാർ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കുകയും ചെയ്തു. സൈബർ സെല്ലിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണേശൻ ഡിസംബറിൽ ശേഷം, അതായത് തിരിച്ചു വന്നതിന് ശേഷം അവിടെ നിന്നും എവിടെയും പോയിട്ടില്ല. അതായത് ആ നാട്ടിൽ തന്നെയുണ്ട്. അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അയാൾ എവിടെയും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഭാര്യ പറഞ്ഞല്ലോ പല സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്. അതുമാത്രവുമല്ല, കോയമ്പൂത്തിൽ നിന്നാണ് വിളിക്കാറ് എന്നാണ് ഭാര്യ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കോയമ്പൂത്ത് കണ്ടുപിടിച്ചാൽ പോരെ? ഏതായാലും പോലീസ് ആ കോയമ്പൂത്തിൻ്റെ നമ്പറിന് വേണ്ടിയിട്ട് ഭാര്യയെ വിളിക്കുകയാണ്. ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടുമില്ല എന്ന് പറയുകയും പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പറഞ്ഞു, ഞങ്ങൾ വിളിപ്പിക്കുമ്പോൾ വരണം എന്ന് പറയുകയും ചെയ്തു. ഏതായാലും ചെറിയൊരു പതർച്ച ബംഗാരിയുടെ ശബ്ദത്തിലുണ്ടായത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. അതായത് ഇവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം എന്നുള്ള ഒരു സംശയം. നാട്ടുകാരൊക്കെ പലതും പറയാൻ തുടങ്ങി. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആടുമേയ്ക്കാൻ പോയി എന്നാണ് പറയുന്നത്. രഘുവിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല എന്ന്. അവിടെ കടകളിലൊക്കെ വെച്ചുള്ള സംസാരം ചിന്നയ്യൻ്റെ ചെവിയിലും വന്നു. ചിന്നയ്യൻ അപ്പോൾ മനസ്സിലാലോചിച്ചു, അതായത് ഫെബ്രുവരി 7-ാം തീയതിയല്ലേ ഞാനൊരു വാഹനം കണ്ടത്, അതുമാത്രവുമല്ല ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമുണ്ടായിരുന്നല്ലോ. ഏതായാലും ചിന്നയ്യൻ വെറുതെ ഫോറസ്റ്റിന് അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ദൂരെ മാറിയിട്ട് ആ ഓട്ടോറിക്ഷയുടെ ആ ഒരു ടയർ താഴ്ന്ന ഭാഗങ്ങളൊക്കെ കാണുകയാണ്. അയാൾ അവിടെയൊക്കെ നോക്കിയതിന് ശേഷം അവിടെ മണ്ണ് ഇളകി കിടക്കുന്നതും ഇയാളുടെ ചെറിയ ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴും ചെറുങ്ങനെ പുല്ലൊക്കെ മുളച്ചു വന്ന ഒരു രീതിയിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സാറേ, എനിക്കൊരു സംശയമുണ്ട്. അതായത് രഘു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല എന്ന് പറഞ്ഞ് അയാളുടെ ജ്യേഷ്ഠൻ കംപ്ലൈൻറ്റ് തന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇതുപോലെ ഫെബ്രുവരി മാസത്തിൽ ഒരു സംഭവം നടന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 3-4 ദിവസം എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമുണ്ടായിരുന്നു. പിന്നീട് മഴ വന്നതിന് ശേഷമാണ് ആ ദുർഗന്ധം പോയത്. ഏതായാലും ഞാനിപ്പോൾ ആ പരിസരമൊക്കെ നോക്കിയപ്പോൾ എനിക്കൊരു സംശയം, അന്ന് ഓട്ടോറിക്ഷയിൽ വന്നത് രഘുവിൻ്റെ കൊലയാളിയാണോ എന്ന്. അതുമാത്രമല്ല, ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രാത്രികളിലും രഘുവിൻ്റെ വീടിൻ്റെ മുന്നിൽ അതേപോലെയുള്ള ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആരുടെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുന്നിലത്തെ ലൈറ്റ് ഇല്ല, 2 സൈഡിലത്തെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു വണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് പോലീസുകാർ പല തരത്തിലും അന്വേഷണം ആരംഭിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബംഗാരിയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ പോലീസുകാർ മഫ്തിയിൽ നിൽക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ആ വണ്ടി അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോഴൊരു 4-5 വണ്ടിക്കാരുണ്ട്. 5 ഓട്ടോറിക്ഷയും കരിമ്പും തോട്ടത്തിൽ ജോലിക്കാർക്ക് വേണ്ടിയിട്ടും പിന്നെ കരിമ്പ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു വണ്ടി തന്നെയാണെന്ന് ഈ ചിന്നയ്യനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ യാതൊരു വിവരവും കിട്ടിയില്ല. അതിനിടയിൽ പോലീസുകാർ രഹസ്യമായിട്ട് ചിന്നയ്യൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവിടത്തേക്ക് ആ ഒരു കാണിച്ചു കൊടുത്ത ഒരു സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും അസ്ഥികൂടങ്ങൾ കിട്ടി. ആ അസ്ഥികൂടങ്ങൾ പോലീസ് നേരെ മോർച്ചറിയിലേക്ക് മാറ്റുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാരിയുടെ ഫോൺ നമ്പർ, അതായത് ബംഗാരിയെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. അതുപോലെ തന്നെ അവസാനമായിട്ട് ആരെങ്കിലും രഘുവിനെ വിളിച്ചിട്ടുണ്ടോ എന്നും സൈബർ സെൽ അന്വേഷിക്കാൻ തുടങ്ങി. ബംഗാരിയുടെ നമ്പർ നോക്കിയപ്പോഴേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതായത് ബംഗാര ആകെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ സഹോദരിയെയും മാത്രമാണ്. വേറെ ഒരു തരത്തിലും അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കോളുകളൊന്നും വന്നിട്ടില്ല എന്നും പോലീസിന് മനസ്സിലായി.
അതായത് ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലുമായിട്ട് രഘുവിന് ശത്രുതയുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഓട്ടോറിക്ഷക്കാരനെ പിടികൂടിയത്. ഓട്ടോറിക്ഷക്കാരനെ പിടികൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഘുവിൻ്റെ മകൻ 13 വയസ്സുള്ള മകനെ പോലീസ് രഹസ്യമായിട്ട് പിന്തുടരുന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചെറുക്കനെ നിർബന്ധിച്ചപ്പോഴേ, അതായത് അച്ഛനെ കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ചെറുക്കൻ പറയുന്നത് അച്ഛൻ ഇനി തിരിച്ചു വരത്തില്ല, അതായത് അച്ഛനെ അവർ കൊലപ്പെടുത്തി എന്നാണ് ഈ ചെറുക്കൻ ഭയത്തോടുകൂടി പറഞ്ഞത്. ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും അനുജത്തിയെയും അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയാത്തത് എന്ന് പറഞ്ഞ് ഈ ചെറുക്കൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അതായത് രാമു എന്ന് പറയുന്ന അവിടെയുള്ളൊരു കരിമ്പൻ തോട്ടത്തിൻ്റെ മുതലാളി, അവൻ ഓട്ടോറിക്ഷയിൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി ഇങ്ങനെ പോകുമ്പോഴേ ബംഗാര എന്ന് പറയുന്ന സുന്ദരിയായ യുവതിയെ ശ്രദ്ധിക്കാറുണ്ട്. രാമുവിൻ്റെ പ്രായം 28 വയസ്സാണ്. അങ്ങനെ ഇവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രണയത്തിലാകുന്നു. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആടിനെയും കൊണ്ട് ഒരു 6-7 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ രാത്രി കാലങ്ങളിൽ വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു രാത്രി ശബ്ദം കേട്ട് ഈ പയ്യൻ മെല്ലെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റതിന് ശേഷം ബെഡ്റൂമിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് തൻ്റെ അമ്മയുടെ കൂടെ മറ്റൊരാളാണുള്ളത് എന്ന്. പതുക്കെ നോക്കിയപ്പോൾ അത് രാമു എന്ന് പറയുന്ന ആളാണെന്ന് മനസ്സിലായി. രാമു അങ്കിള് പലപ്പോഴും വീട്ടിലേക്ക് വരാറുണ്ട്. പക്ഷേ അമ്മയുമായിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധം ഈ ചെറുക്കൻ കണ്ടു. ചെറുക്കൻ പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ വന്നു. പിന്നീടാണ് തൻ്റെ അച്ഛനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ 2025 നവംബറിൽ ആടുമേയ്ക്കാൻ പോയ അച്ഛനെ രഹസ്യമായിട്ട് ഈ 13കാരൻ വിവരം അറിയിക്കുന്നു. ഇതുപോലെ നമ്മുടെ വീട്ടിൽ രാമു അങ്കിൾ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. പിന്നീട് ഡിസംബർ മാസത്തിൽ പെട്ടെന്ന് തന്നെ രഘു വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോഴേ ബംഗാര ചോദിച്ചു, നിങ്ങളെന്താ പതിവില്ലാതെ പെട്ടെന്ന് തന്നെ വന്നത്? എനിക്ക് നല്ല സുഖമില്ല, ഇനി ഞാൻ 2-3 മാസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറയുകയും, അയാളാണെങ്കിലും എന്ന് പറഞ്ഞാൽ ആടിനെയൊക്കെ വിറ്റിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല പൈസയും കയ്യിലുണ്ടായിരുന്നു, ഏതായാലും ഒരു 3-4 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നീട് എന്ന് പറഞ്ഞാൽ എവിടെയും പോയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാരയ്ക്കും അതുപോലെ തന്നെ രാമുവിനും വലിയ ബുദ്ധിമുട്ടായി. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ രഘു കിടന്നുറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ എവിടെയെങ്കിലും പോകും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പുലർച്ചയോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് രഘു അറിയുന്നില്ല. അതായത് രഘു ഉള്ളപ്പോഴും ഭാര്യ ഇത് ചെയ്യുമെന്ന് രഘുവിന് അറിയില്ലായിരുന്നു. ഭാര്യയെ പൂർണ്ണമായിട്ട് അയാൾ വിശ്വസിച്ചു. അങ്ങനെയാണ് 2026 ഫെബ്രുവരി 7-ാം തീയതി ഇതിനിടയിൽ പോലീസ് രാമുവിനെയും അതുപോലെ തന്നെ ബംഗാരിയെയും അറസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഗണേശനോട് പറഞ്ഞു, നിങ്ങൾ ഇനി 2 മക്കളെയും നോക്കണം, കാരണം നിങ്ങളുടെ അനുജൻ ജീവിച്ചിരിപ്പില്ല. ഇത് കേട്ട ഗണേശൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുപോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുജൻ്റെ മരണത്തിന് കാരണം അയാളുടെ ഭാര്യയും അയാളുടെ കാമുകനുമാണ് എന്ന് പറയുകയും, പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റേഷനിലേക്ക് വരികയാണ്. അതായത് ഈ ബംഗാരി ജീവനോടുകൂടി ഞങ്ങൾക്ക് വിട്ടുതരണം, അതുപോലെ തന്നെ ഈ രാമു എന്ന് പറയുന്നവനെയും ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നു. ഏതായാലും അവരെയൊക്കെ സമാധാനിപ്പിച്ചു വിടുകയാണ്. പിന്നീട് ബംഗാരിയെയും അതുപോലെ തന്നെ രാമുവിനെയും ചോദ്യം ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ അറിഞ്ഞിട്ടാണ് രഘു വന്നത് എന്ന് ബംഗാരയ്ക്കോ അതുപോലെ തന്നെ രാമുവിനോ മനസ്സിലായിട്ടില്ല. മകൻ രഹസ്യമായിട്ട് ഫോൺ ചെയ്തിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്, പക്ഷേ സുഖമില്ലാതെയാണ് ഞാൻ വന്നത് എന്നാണ് ഭാര്യയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും അറിയില്ല എന്നാണ് ഇവർ രണ്ടുപേരും കരുതിയത്. അങ്ങനെയാണ് 2026 ഫെബ്രുവരി 7-ാം തീയതി രാത്രിയോട് കൂടിയിട്ട് രാമു ആ വീട്ടിലേക്ക് വരികയാണ്. രഘു അവിടെ ഉണ്ടായിരുന്നു. രഘു അങ്ങനെ രാമുവിനെ പിടിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വാക്കേറ്റമാകുന്നു. രഘുവിന് മനസ്സിലായി, അതായത് ഈ രാമു എന്ന് പറയുന്നവൻ ഇവിടെ ഇതുപോലെ ശബ്ദം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാവുകയും, അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ ആ റൂമിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം. പിന്നെ അവിടെയുള്ള ഒരു തടിക്കഷ്ണം എടുക്കുകയും ആ തടിക്കഷ്ണം വെച്ചിട്ട് ആഞ്ഞടിക്കുകയാണ്. അതായത് രഘുവിൻ്റെ തലയിലാണ് ആഞ്ഞടിച്ചത്. അടിച്ചതാണെങ്കിൽ ബംഗാര തന്നെയാണ്, അതായത് സ്വന്തം ഭാര്യ തന്നെയാണ് അയാളുടെ തലക്കടിച്ചത്. ആ ഒരു അടിയിൽ തന്നെ അയാൾ വീഴുന്നു. പിന്നീട് രണ്ടുപേരും ചേർന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് മൃതദേഹവും കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. അപ്പോഴാണ് ചിന്നയ്യ എന്ന് പറയുന്നയാൾ കാണുന്നത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും പോലീസ് ആ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, അതായത് DNA കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് രഘുവിൻ്റെ ആ മൃതദേഹ അവശിഷ്ടം തന്നെയാണ്. അതുമാത്രവുമല്ല തലയോട്ടിയിൽ നല്ല രീതിയിലുള്ള ഒരു പൊട്ടലും ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. രണ്ടുപേരെയും എപ്പോഴും ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതായത് വളരെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം വെറും കാമത്തിന് വേണ്ടി മാത്രം, അതും 10-13 വയസ്സുള്ള മകൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര മോശമായ സംഭവമാണെന്ന്. ഏതായാലും ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ ജയിലിൽ തന്നെയാണ്. കുട്ടികളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായാലും ഞങ്ങൾക്കിനി കാണണ്ട ഈ ബംഗാരയെയോ അല്ലെങ്കിൽ രാമുവിനെയോ രണ്ടുപേരെയും കാണണ്ട എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ
കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.